ഹലോ ഗായ്സ്, എല്ലാവർക്കും പെൺഗേമിലേക്ക് സ്വാഗതം. ഹായ് ഓൾ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് വേൾഡ് ബെസ്റ്റ് ബിരിയാണി കഴിക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ അച്ഛനെ അന്ന് അങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എവിടെ നിന്നാണെന്ന് ഗൈസ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്ന വേൾഡ് ബെസ്റ്റ് ബിരിയാണി അതെവിടെയാണെന്ന് അറിയാമോ? ഒന്ന് ഗസ് ചെയ്തേ. അപ്പോൾ ഗൈസ്, ഞാൻ പോകുന്നത് ട്രിവാൻഡ്രത്തെ പാരഗൺ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ പോകുന്നത്. സോ ഒരു ഉച്ച സമയത്താണ് ഗൈസ് പോയപ്പോൾ തന്നെ ഒരു കല്യാണ വീട്ടിലേക്കുള്ള ആൾ മൊത്തമുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അപ്പോൾ പോയ ഉടനെ അവരെൻ്റെ പേരും എൻ്റെ നമ്പറും വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു വിളിക്കാം, സീറ്റ് കിട്ടുമ്പോൾ വിളിക്കാമെന്ന്. അങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ വരണം കേട്ടോ. അത്ര കിടിലം സ്ഥലമാണ്, അത്ര കിടിലം ടേസ്റ്റി ബിരിയാണി ആണെന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനം കാത്തിരുന്ന് എൻ്റെ വിളി വന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി പോവാണ് ഗൈസ്. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഗൈസ് കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ അച്ഛൻ അന്നേക്ക് ഒരു തവണയെങ്കിലും ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ ഗൈസ്, നമുക്ക് കിട്ടിയത് ഇവിടെ തന്നെയാണ്. വന്നിട്ട് എന്താണ് ഓർഡർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എനിക്കും ചേട്ടൻ ചിക്കൻ ബിരിയാണി, അതുപോലെ എൻ്റെ അച്ഛനും അന്നേക്കും മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്. കൂടെ നമ്മൾ കോഴി പൊരിച്ചത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ കോഴി പൊരിച്ച കണ്ടാൽ തന്നെ അറിയാം, വളരെ ക്രിസ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ കുറേ ഇങ്ങനെ കണ്ടാൽ പറയും കോക്കനട്ട് പൗഡറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതും കിടിലമായിരുന്നു. ഈ ഒരു ബിരിയാണിയുടെ കൂടെ ഇവിടെ സ്പെഷ്യലായിട്ട് തരുന്നത് സാലഡും അച്ചാറും മാത്രമല്ല, ഒരു ചമ്മന്തിയും കൂടെ തരും. അതും കിടിലം ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്, അതാണ് നമ്മൾ ലാസ്റ്റ് ഓർഡർ ചെയ്തത്. അതായത് ഇളനീർ പുഡിങ്. ആ ഒരു ഇളനീർ പുഡിങ് എന്താ കണ്ടാൽ തന്നെ അറിയാമല്ലോ, കിടിലമായിരുന്നു. അതിപ്പോൾ കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓവറോൾ ഒരു കിടിൽ എക്സ്പീരിയൻസ്.